ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഒരുപാട് ദിവസം ഇങ്ങനെ നടന്ന് കഷ്ടപ്പെട്ട് കണ്ട് കെട്ടിപ്പടുക്കിയതാട്ടോ ഇത്. ഒരു ചെറിയൊരു സ്റ്റേഷനറി ഫാൻസി അങ്ങനെയുള്ള ഒരു കടയാണ്. അപ്പം ഒരു 1.5 മാസം മുന്നേ കടയുടെ കോലം ഇങ്ങനെയായിരുന്നു കേട്ടോ. അമ്മയുടെ ടൈലറി ഷോപ്പാണ്. അപ്പോൾ അമ്മ ഇവിടെ നിന്ന് ക്വിറ്റ് ചെയ്തിട്ട് രാമനാട്ടേക്ക് മാറിയതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇനാഗുറേഷനും കാര്യങ്ങളൊക്കെ വലിയ ആർഭാടായിട്ടൊന്നുമില്ല, സിമ്പിളായിട്ട് നമ്മളെ മക്കൾ തന്നെയാണ് റിബണൊക്കെ കട്ട് ചെയ്ത് കയറിയത് കേട്ടോ. അപ്പോൾ ആദ്യം കട എങ്ങനെയായിരുന്നു, ഷീറ്റ് മറ്റേ ഗ്ലാസ്സൊക്കെ ഫ്രണ്ടിൽ ഗ്ലാസ്സൊക്കെ ഇട്ട്, പിന്നെ നിലമൊക്കെ ഭയങ്കര വൃത്തികേടായിട്ട് പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല. ഒരു 10-20 കൊല്ലം മുന്നേ ഉള്ളതാണ് ഈ കട. അങ്ങനെ പെയിൻ്റൊന്നും അടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ വാരിക്കട്ടി ചാക്കിലാക്കി കുറേ സാധനങ്ങൾ ഒഴിവാക്കാണ്ട് അങ്ങനെ ആ പണി നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ കടേൻ്റെ എഗ്രിമെൻ്റൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ നമ്മൾ കുറേശ്ശെ സാധനങ്ങൾ വാങ്ങിക്കും. അതായത് മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു 10 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് ടൗണിൽ വന്നിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിയിട്ട് ബൾക്കായിട്ട് വാങ്ങിക്കും, ഒന്നായിട്ട് വാങ്ങിക്കും. എന്നിട്ട് നമ്മൾ 2 പേരും കൂടെ, ഞാനും ഏട്ടനും കൂടെ വന്നിട്ട് ഒരു 4 ചാക്ക് ഉണ്ടാവും കേട്ടോ. ഒരു ചാക്കിൽ ഫ്രണ്ടിലും ഒരു ചാക്ക് സൈഡിലും പിന്നെ ഒരു ചാക്ക് എൻ്റെ കയ്യിലും. അങ്ങനെയാണ് നമ്മൾ വീട്ടിലെത്തിക്കാറ് കേട്ടോ. ഒരുപാട് ഫാൻസി ഐറ്റംസും ഒക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള വള, അങ്ങനെ കുറച്ച് കുട്ടികളെ ബേസ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ഒരു നല്ലൊരു ഫാൻസി ഉണ്ട് കേട്ടോ. അതായത് ഈ ഹോൾസെയിൽ കട അതുണ്ട് ടൗണിൽ കേട്ടോ. അപ്പോൾ ടൗണിൽ നിന്നാണ് നമ്മൾ വാങ്ങൽ. അങ്ങനെ ഒരുപാട് കടയിലൊക്കെ കയറി, ഒരു കടയിൽ നിന്നല്ല ഒരുപാട് കടയിൽ നിന്ന് കയറി ഇറങ്ങിയിട്ട് ഇങ്ങനെ കണ്ടോ ചാക്ക് ഇതേമാതിരി ചാക്ക് കണക്കിനെ കെട്ടിക്കൂട്ടി വെച്ചിട്ട് നമ്മൾ കൊണ്ടുവരിക. അതും ബൈക്കിന് വെച്ചിട്ട് ടൗണിൽ നിന്ന് ഈ പെരിങ്ങാവിലേക്ക് കൊണ്ടുവരും. അത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു 4:30. ചോറൊന്നും തിന്നുണ്ടാവില്ല, തട്ടിപ്പിടിച്ച് ചോറൊക്കെ തിന്ന് പിന്നെ നമ്മൾ ബില്ലൊക്കെ നോക്കിയിട്ട് അതിന് എത്രയാണോ ക്യാഷ് വെച്ചാൽ ഡിവൈഡൊക്കെ ചെയ്ത് ക്യാഷൊക്കെ ചെയ്ത് പ്രൈസ് ടാഗൊക്കെ കൂട്ടിച്ച് സെറ്റാക്കി വെക്കും കേട്ടോ. പിന്നെ കുറച്ച് ഗിഫ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ അതിൻ്റെ കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് വേണ്ട സാധനം കുറേശ്ശൊക്കെ പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ സെറ്റായപ്പോൾ നമ്മളത് റൂമിൽ കൊണ്ടുപോയിട്ട് വെച്ചു കേട്ടോ. കുറച്ച് മാല അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ച് ഒരു ദിവസം പോവും, ആഴ്ചയിൽ ഒരു ദിവസം പോവും, ഒക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കും, പിന്നെ തിരിച്ചു വരും. അപ്പോൾ തന്നെ വയ്യാതാവും. അങ്ങനെയൊക്കെ കേട്ടോ. എന്തായാലും അങ്ങനെയൊക്കെ സെറ്റായി. ഇതിൽ പെയിൻ്റ് അടിക്കാനൊക്കെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അങ്ങനെയാണ് പെയിൻ്റ് അടിച്ചത്. പിന്നെ നിലമൊക്കെ വൃത്തികേടായിട്ട് ഇങ്ങനെ പൂപ്പൽ പിടിച്ച് എടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റി സെറ്റപ്പാക്കി നമ്മൾ ഫെബ്രുവരി 5 രാവിലെ, അതായത് ഇന്ന് രാവിലെ നമ്മൾ ചെറുതായിട്ട് റിബണൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ കയറി കൂടിയിട്ടുണ്ട്. ചെറിയ കടയാണ് കേട്ടോ, കുഞ്ഞു കട. പിന്നെ വെറുതെ വീട്ടിലിരിക്കുന്നതിനേക്കാൾ ബെറ്ററല്ലേ ഇത് എന്നുള്ള ആ ഒരു ഹാപ്പിനെസ് അതുണ്ടാവില്ല, അത് നല്ലോണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇപ്പോൾ ഒരു ദിവസമേ ആയിട്ടുള്ളൂ, ഇന്നത്തേക്ക് ഒരു നേരെ ആവുന്നുള്ളൂ, പക്ഷെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ.